ഓം നമോ വിരാട് വിശ്വബ്രഹ്മണേ നമഃ. ഏവർക്കും ഒരിക്കൽ കൂടി വിശ്വബ്രഹ്മ സമൂഹമഠത്തിൻ്റെ വിശ്വബ്രഹ്മ എന്ന ചാനലിലേക്ക് സഹർഷം സ്വാഗതം. ഞാൻ ഷിജു ആചാര്യ ഇപ്പോൾ വിശ്വകർമ്മ സനാതനധർമ്മത്തിൻ്റെ ഒരു വലിയ പ്രചാരകനാണ്. വിശ്വകർമ്മ സനാതനധർമ്മം എല്ലാവരിലും എത്തിക്കുവാൻ വേണ്ടി നമ്മൾ വളരെയധികം പ്രയാസപ്പെടേണ്ടതുണ്ട്. വിശ്വകർമ്മ ധർമ്മത്തിൻ്റെ പൂർണ്ണമായ ഉപയോഗത്തിലൂടെയാണ് ഒരു വിശ്വകർമ്മ സമുദായം ഇന്ന് കേരളത്തിൽ ഉണരുവാൻ വേണ്ടി പോകുന്നത്. മറ്റൊന്നിനും തന്നെ വിശ്വകർമ്മ പ്രസ്ഥാനങ്ങളെയോ വിശ്വകർമ്മജരായിരിക്കുന്ന ആളുകളെയോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയില്ല എന്നുള്ള ഉത്തമമായ വിശ്വാസത്തിലാണ് വിശ്വബ്രഹ്മ സമൂഹമഠം വിശ്വബ്രഹ്മ ഫൗണ്ടേഷൻ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഏതായാലും ഈ വീഡിയോ തുടർന്ന് കേൾക്കുന്നതിന് മുമ്പായി തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് കാണുന്ന അല്ലെങ്കിൽ ഇന്ന് നാം പരിചയപ്പെടുത്തുന്ന വിഷയം വാസ്തുവിലെ ശ്രദ്ധ എന്നുള്ള വിഷയമാണ്. വാസ്തുവിൽ എന്തിനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ഏതിനെയാണ് നമ്മൾ ബഹുമാനത്തോടു കൂടി കാണേണ്ടത്, എത്രത്തോളം ശ്രദ്ധ നമ്മുടെ കെട്ടിട നിർമ്മിതിക്ക് നാം കൊടുക്കണം, നമ്മുടെ ജീവിതത്തിന് നാം എത്രത്തോളം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ വിഷയം ശ്രദ്ധ എന്നുള്ളതാണല്ലോ. അതായത് കെട്ടിടം, പ്രകൃതി, ഊർജം, നിർമ്മിതി, പ്രകൃതി, ഊർജം, ഇവ തമ്മിലുള്ള ഒരു ബന്ധമാണ് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാസ്തു സനാതന ധർമ്മം എന്ന്. കെട്ടിടം, ഊർജം, അതേപോലെ തന്നെ പരിസ്ഥിതി, അതായത് പ്രകൃതി. അപ്പോൾ കെട്ടിടവും പ്രകൃതിയും ഊർജവും തമ്മിലുള്ള ഒരു ബന്ധത്തെ അല്ലെങ്കിൽ ആ ബന്ധം എങ്ങനെയായിരിക്കണം എന്ന് ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യണം. അതായത് ഭൂമിയിലെ ഊർജ്ജഘടന എന്താണ്, പ്രകൃതിയിലെ ഊർജ്ജഘടന എന്താണ്, പ്രകൃതി എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന കെട്ടിടത്തിൻ്റെ സ്വഭാവം എന്താണ്, എങ്ങോട്ടാണ് ദർശനമുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇനി എന്താണ് നമുക്കൊരു കെട്ടിടം നിർമ്മിക്കുന്നതിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ? ഒരു കെട്ടിടം നമ്മൾ നിർമ്മിക്കുമ്പോൾ നമ്മുടെ പ്രകൃതി ക്രമത്തിൽ അല്ലെങ്കിൽ പ്രകൃതിയുടെ ക്രമത്തിൽ, അതായത് രാവിലെ ആവുന്നു, വൈകുന്നേരമാവുന്നു, അന്നത്തെ നക്ഷത്രം, അന്നത്തെ തിഥി, അന്നത്തെ കരണം, അന്നത്തെ സൗരദിനം, അന്നത്തെ മാസം തുടങ്ങിയ ക്രമികമായിട്ടുള്ള ഒരു ഘടനയിലുള്ള നമ്മുടെ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. നാം അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതായിട്ട് ദൈവിക ശക്തികളോടുള്ള നമ്മുടെ ബഹുമാനം, ഈ പ്രപഞ്ച സൃഷ്ടാവിനോടുള്ള നമ്മുടെ ബഹുമാനം. ഏത് കർത്താവ് എന്നുള്ള രീതിയിൽ ഈ പ്രപഞ്ചത്തിനെ നിർമ്മിച്ചിട്ടുള്ള ആ കർത്താവിനോട്, ആ പരബ്രഹ്മാത്മനായിരിക്കുന്ന ആ വിശ്വപരബ്രഹ്മാവിനോട് നമുക്കുള്ള വിശ്വാസം. മൂന്നാമതായിട്ട് പുരാതനമായിട്ട് ഋഷീശ്വരന്മാരാൽ കൈമാറി വന്നു ചേർന്ന ഈ പ്രകൃതിയിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള വിശ്വകർമ്മ സനാതന ധർമ്മത്തിലുള്ള, ഈ ലോകത്തിൻ്റെ സനാതന ധർമ്മത്തിലുള്ള നമ്മുടെ വിശ്വാസം. ഈ മൂന്ന് വിശ്വാസവും നമുക്കുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത്ര ശ്രദ്ധ നമുക്ക് ഒരു നിർമ്മാണത്തിൽ കൊടുക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു നിർമ്മാണത്തിൻ്റെ ആ നിർമ്മിതിയുടെ എല്ലാ മേഖലകളിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളതാണ്. അതായത് വാസ്തുശാസ്ത്രത്തിലെ ശ്രദ്ധ നമ്മുടെ മെറ്റീരിയലുകൾ വാങ്ങുന്നുണ്ടായിരിക്കണം, നമ്മുടെ ഓറിയൻറ്റേഷനിലുണ്ടായിരിക്കണം, നമ്മുടെ ഉയരത്തിലുണ്ടായിരിക്കണം, നീളത്തിലുണ്ടായിരിക്കണം, അതിൻ്റെ ത്രിശക്തി ഘടകങ്ങളിലൊക്കെ തന്നെ, അതായത് നീളം, വീതി, ഉയരം, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി തുടങ്ങിയുള്ള ത്രിശക്തി രീതിയിലുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പക്ഷേ ശ്രദ്ധ എന്നുള്ള വിഷയം ഏറ്റവും കൂടുതൽ ബാധിക്കേണ്ടത് എന്തിനെയാണ്? ശ്രദ്ധ നമ്മൾ കാണിക്കേണ്ടത് ഒന്ന് നമുക്ക് ഈ പ്രപഞ്ച സൃഷ്ടാവിലുള്ള വിശ്വാസം, ഒന്ന് പ്രകൃതിയിലുള്ള വിശ്വാസം, ഒന്ന് ദൈവത്തിലുള്ള വിശ്വാസം. ദൈവം എന്ന് പറയുന്നത് എന്താണ്? പ്രപഞ്ച ശക്തികൾ തന്നെയാണെങ്കിൽ ദൈവത്തിനോടുള്ള വിശ്വാസമല്ല, ബഹുമാനം. അങ്ങനെ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന, നമ്മൾ പിന്തുടരുന്ന ധർമ്മത്തിലുള്ള വിശ്വാസം, അത് കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യനിർമ്മിതമായിട്ടുള്ള നിർമ്മിതികളും പ്രപഞ്ച ശക്തികളും അതേപോലെ തന്നെ ഊർജങ്ങളും ചേർന്നുണ്ടാകുന്ന ഒരു സമന്വയ ചിന്താഗതി നമുക്കുണ്ടോ എന്ന്
നമ്മൾ ഓരോ നിർമ്മിതിയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ വിശ്വബ്രഹ്മ സമൂഹ മഠത്തിനോട് പറയുവാനുള്ളത്. വിശ്വബ്രഹ്മ സമൂഹ മഠത്തിൻ്റെ ശിബിരങ്ങൾ കാണാത്തവർക്ക് യൂട്യൂബിൽ ശിബിരങ്ങളുടെ ചില ഭാഗങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് അത് കാണുവാൻ വേണ്ടി ശ്രമിക്കുക. വിശ്വബ്രഹ്മ സമൂഹ മഠത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് എല്ലാവരും ശേഷം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അതിൽ പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ളവർ ദയവായി കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് അടുത്ത ദിവസം എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.